അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും ജോലി അന്വേഷിക്കുന്നുണ്ട്, അവർക്ക് ജോലി കിട്ടുന്നില്ല. അതേപോലെ തന്നെ വല്ലാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളുമായി ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ നിരവധി ആവശ്യങ്ങളുമായി കടന്നു വരുന്നവർ, അതേപോലെ തന്നെ കടയുണ്ട്, ജോലിയുണ്ട്, പക്ഷേ അതിൽ വലിയൊരു ബറക്കത്തുണ്ടാകുന്നില്ല. ഇങ്ങനെ നിരവധി അനവധി ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിക്റുകൾ ധാരാളമായി കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നതോടൊപ്പം തന്നെ ദിക്റുകൾ കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ്. മഹാനായ ഗൗസുന ഖുതുബുൽ ഖത്താബ് ശൈഖ് സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം, അവിടുന്ന് ദിക്റുകൾ എപ്പോഴും നാവിൽ ദിക്റാണ്. കൽബിലും നാവിലും ദിക്റുകൾ കൊണ്ടുവന്ന് ഹയാത്താക്കണം. ആ കൽബ് ഹയാത്താക്കുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഓതുക. മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയം നമ്മൾ അള്ളാഹുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെറുതെ നമ്മൾ ഫാത്തിഹ ഓതുമല്ല. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹയിൽ നമ്മൾ ഓതുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫാത്തിഹയ്ക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനെ സ്തുതി പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീനായ അല്ലാഹു, അവനാണ് സർവസ്തുതിയും. ആ സർവസ്തുതിയും അൽഹംദുലില്ലാ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് പറയുമത്രേ. അല്ലാഹു തആല പറയും, മലായികത്തുകളോട് പറയും, എൻ്റെ അടിമ എനിക്ക് വേണ്ടി സ്തുതി പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവൻ്റെ പദവി ഉയർത്തിയിരിക്കുകയാണ്, അവൻ്റെ പാപങ്ങൾ പുറത്തിരിക്കുകയാണ്. അർ-റഹ്മാനിർ റഹീം. വീണ്ടും അല്ലാഹുവിനെ കുറിച്ച് സിഫത്തുകൾ പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് മലായികത്തുകളോട് പറയുകയാണ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിശദീകരിക്കുകയാണ്, വിശേഷണം പറയുകയാണ്. അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അവൻ ചോദിച്ചത് എന്തോ അവനിക്ക് ഞാൻ കൊടുക്കുന്നതാണെന്ന് അല്ലാഹു തആല സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ മലായികത്തുകളോട് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഫാത്തിഹയുടെ അവസാനം വരെയും നമ്മൾ ഓതുമ്പോൾ എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ അവർക്ക് നൽകുന്നതാണ്. എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ അവൾക്ക് നൽകുമെന്ന് അല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്. ഇങ്ങനെ ഓരോ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനുകളും നമ്മുടെ നാവിൽ കൂടി വരുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് മലായികത്തുകളോട് പറയുമത്രേ, അവനിക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അവനൊന്നേതാണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നതിന് ഞാൻ ഇതാ മറുപടി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പ്രയാസപ്പെടുന്നവരുണ്ടോ, അതേപോലെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ടോ, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ, ഇതുവരെയും ഒരു സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിരന്തരമായി അല്ലാഹുവിനോട് ചോദിക്കുക തന്നെ വേണം. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അല്ലാഹു തആല തരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാ റഹ്മത്തിന്റെ വാതായനങ്ങളും അവിടുന്ന് നമുക്ക് മലർക്കെ തുറന്നു തരുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഗൗസുന ഖുതുബുൽ ഖത്താബ് അശ്ശൈഖ് സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകൾ അവിടുന്ന് ചൊല്ലിയതായ ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ, ഈ ദിക്ർ ഒരു ദിവസത്തിൽ 111 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഫത്താഹു യാ
റസ്സാഖു യാ കരീമു യാ വഹാബ്. ഏതാണ്? യാ ഫത്താഹു യാ റസ്സാഖു യാ കരീമു യാ വഹാബ്. ഈ ദിക്ർ ഒരു ദിവസത്തിൽ 111 പ്രാവശ്യം ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്താണ്, ജീവിതത്തിൽ ഖൈറാണ്. അള്ളാഹു നിങ്ങളിലേക്ക് നിഅമത്തിന്റെ കവാടം തുറന്നു തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.